എല്ലാവർക്കും വീണ്ടും സൊക്കെ വന്നിരിക്കുന്ന ഒരു പുതിയ നമ്മൾ വന്നിരിക്കുന്നു ബസ്സിന് ഷേട്ട് കാണുമ്പോൾ വന്നിരിക്കുന്ന ഒരു കിണ്ണം കച്ച് വണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വണ്ടിയുടെ പേര് ശ്രീനന്ദനം എന്ന് പറയുന്ന ഒരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഇവിടെ തന്നെ കൊടുത്തുണ്ട് യുവത്തുർക്കി എന്തുവരുന്നത് ഒന്നും എനിക്കതിൽ കിട്ടിയാൽ നിങ്ങൾ അയച്ചേക്കാം. വീഡിയോ സ്റ്റോപ്പിട്ട് നിങ്ങൾ അയച്ചാൽ അതപ്പോൾ നമ്മുടെ ബസ് എടുക്കാൻ സമയമായിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ എത്ര മണിയായെന്ന് നോക്കട്ടെ. ഓക്കെ, ഇപ്പം 12:17 ഇപ്പോൾ 12:08 എടുക്കുന്നത്. അപ്പോഴത്തേന് കൊക്കോക്കോള ഒന്ന് കുടിക്കട്ടെ. അപ്പം എത്രയായി? സമയം ഒരുപാടായി. നമ്മുടെ അണ്ണൻ വിളിച്ച് പറഞ്ഞ് വണ്ടി എടുക്കാൻ പറഞ്ഞു. നമ്മൾ സ്റ്റിക്കർ വർക്കിംഗ് ചെയ്തിപ്പം ലൈറ്റൊക്കെ വർക്കിംഗ് ചെയ്തിപ്പം അങ്ങോട്ട് കിടിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പം അങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ. സെറ്റപ്പ് വണ്ടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ബെല്ലൊക്കെ ഇഷ്ടമാക്കും. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ഫസ്റ്റ് നഷ്ടായിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, പോവാം. ഒരു മിനിറ്റ്, വണ്ടിയുടെ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത്ര സീറ്റ് ഇച്ചിരി ഇങ്ങോട്ട് വേണം. ഇങ്ങനെ മതി, ഇത് മതി. ഇച്ചിരി കൂടെ അടുത്ത്, ഇച്ചിരി കൂടെ പൊക്കി. തെറ്റിപ്പോയി. നമുക്ക് ഇച്ചിരി കൂടെ താക്കാം. സീറ്റ് ഇച്ചിരി അങ്ങോട്ട് താക്കണം, പോകണം. പിന്നെ സെറ്റായി മതി. ഓക്കെ, അപ്പോൾ ഈ വണ്ടിക്ക് 10K ലൈക്കാണ് നമ്മൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് നമ്മുടെ സ്ഥലം കാലിയാക്കാം. നമ്മുടെ ഹോണൊക്കെ മാറ്റിയതായിരുന്നു, അതൊക്കെ പോയി. മാറ്റി ഒരു കിണ്ണം കച്ചി ഹോണൊക്കെ കയറ്റിയതായിരുന്നു. ഗെയിം ഡിലീറ്റ് ആയി പോയപ്പം നമ്മുടെ ഹോണും കയ്യിൽ നിന്ന് പോയി. തട്ടലും മുട്ടലും ഇല്ലാതെ പോവുക, അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒന്നുമല്ല, വണ്ടിക്കൊരു പ്രോബ്ലം പറ്റാതെ നേരെ തന്നെ കൊണ്ടുപോകാം. AC യുടെ വണ്ടിയും കൂടെ ആയതുകൊണ്ട് പറയണ്ട. പക്ഷെ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ പിള്ളേരെയും കൊണ്ടുള്ള ഓട്ടോ കേട്ടോ. അവരേതോ കുന്നിലോ മലയിലോ അങ്ങോട്ട് കൊണ്ട് കയറ്റണമെന്ന്. കുന്നിലോ മലയിലോ ഏതോ ഒരു ഫ്ലാറ്റിലോ എങ്ങാണ്ട് പോകണമെന്നല്ല കൊണ്ടുപോകണമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്ഥലത്ത് വെക്കാം. സ്ഥലമെത്തി ഗൈസ്. ഇതാട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ ഐശ്വര്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് കയറിയേക്കാം. ഐശ്വര്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടത് ചതിച്ചോ എന്നൊരു സംശയം. അത് എവിടെയാടാ പണി കിട്ടിയേ? ബാക്കിൽ വെയിറ്റ് ചെയ്യണം. സിഗ്നലിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ നിർത്തിയല്ലേ. കെട്ടിത്തരാം, പേടിക്കണ്ട. പാടാ. ഒരു മിനിറ്റ്, സ്ഥലം മാറി. ഈ സ്ഥലം വരാതെ സോറി അണ്ണാ. കയറ്റത് അവനെ ഓട്ടക്കാൻ സ്ഥലത്ത് ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് നമ്മളിതിനകത്തിരുന്നോണ്ട് ഓട്ടിക്കത്തുള്ളൂ, ഞാൻ പറയത്തില്ല. വളച്ചങ്ങോട്ട് എടുക്ക് പുത്തറാ. തട്ടിയാ ഒന്നും പറ്റില്ല. വലിച്ച് അടുക്കല്. നീ എടുത്തോണ്ട് പോയിക്കടാ ബസ്സുകാരെ. നമ്മൾ ഒരേ ബസ്സുകാരൻ തന്നെ മേള് തട്ടല്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഡോറ് തുറന്നിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ അവർ കയറിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കകത്തുള്ളവരെ അകത്ത് കാണാൻ പറ്റത്തില്ല, കാരണം കർട്ടനും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിലെ ഡോറൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. ഐസ് വേണ്ടിയാണ് ബാക്കിലെ ഡോറൊക്കെ ഓപ്പൺ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് നമ്മുടെ സ്ഥലം അങ്ങ് മാറ്റി സ്ഥലം വിട്ടേക്കാം. ഇവിടെ നിന്ന് ഇനി അളവന്മാരുടെ അടിയിടിയും കൊണ്ടോട്ട് പോകേണ്ടി വരും. ഇൻഡിക്കേറ്റർ വെള്ളത്തോട്ടിട്ടിട്ട് വണ്ടി തിരിച്ചങ്ങെടുക്കാം. പക്ഷെ ഒരു പണി പറ്റിയിട്ട് ഇന്നത്തെ കിളി ഇന്ന് അവധിയായിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ADയും കൂടെ കൊണ്ടുവരായിരുന്നു. AD എന്ന് വെച്ചാൽ എൻ്റെ
ഒരാൾ തന്നെ AD. അവൻ്റെ പേര് AHAD അഹദ്. അപ്പം ഞാൻ AD എന്നാണ് അവനെ വിളിക്കുന്നത്. ഓക്കെ, ലൈക്ക് നമ്മുടെ AD ഇല്ല, AD അഹദ് വന്നപ്പോൾ നമ്മളിവിടെ കിളിക്കില്ല. അതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്തണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ സലാമത്ത് ജലാൻ നല്ല പേര്. കേരളമായിട്ട് നമ്മൾ കർണാടകയല്ലല്ലോ, എവിടേക്കോ വന്ന് വണ്ടിയുടെ ഡ്രൈവർ പണി എടുക്കുന്നു. നമ്മുടെ ഓണർ പറഞ്ഞത് വരാൻ കേട്ടോ. നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ വണ്ടി ഗാരാജിൽ കിടപ്പുണ്ട്. സഡസ്ത്ര പണിഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുവട്ടം പണിഞ്ഞിട്ടില്ലെന്നല്ല, ഇത് മാത്രമേ ഉള്ളൂ അതിനകത്ത്, ചേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ലോഡ് മാപ്പ് ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോക്ക് 10K ലൈക്കാണ് ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഡു സബ്സ്ക്രൈബ്, ഡു ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അത്രയേ ഉള്ളൂ പറയാൻ. സോ നമ്മുടെ ലോഡ് മാപ്പ് ഒന്ന് കഴിയട്ടെ. ഇനി നമുക്ക് ബ്രേക്കൊന്നുമില്ല വണ്ടിയിൽ. ഇനി വെച്ചങ്ങ് പറഞ്ഞു ഞാൻ. ഇൻഡിക്കേറ്ററൊക്കെ എന്തിനാ? നമ്മൾ കാട്ടാക്കട തന്നെ. അപ്പം നമ്മൾ കാട്ടാക്കട ഇൻഡിക്കേറ്റർ കയറിയിട്ടുണ്ട്. കാട്ടാക്കട കേരളത്തിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, പോവാം. നിർത്തണ്ട ഗൈസ്, നമുക്ക് വിട്ടടിച്ചങ്ങ് പോവാം. വിട്ടടിച്ച് നമ്മൾ മൾട്ടിപ്ലെയറായിട്ട് കളിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലെയറായിട്ട് കളിക്കുന്നതായിരിക്കും. മൾട്ടിപ്ലെയർ ഗൈസ്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആവാറായല്ലോ, രാവിലെ രാത്രിയും കണ്ട് ആവാറായി. പിള്ളേർക്ക് വെച്ചേക്കുന്നു. അപ്പം സൈഡിൽ നല്ല ഷോപ്പുകളുണ്ടെങ്കിൽ നിർത്തണം. പിള്ളേർക്കൊക്കെ ഭയങ്കര വിശപ്പെന്ന്. ബാക്കിൽ നമ്മുടെ ഓഫ് റോഡിങ്ങിൻ്റെ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമ്മുടെ വലത്തെ സൈഡിൽ ഹോട്ടലുണ്ട്, പണി നടക്കുന്നതേ ഉള്ളൂ. 5 സ്റ്റാർ ഹോട്ടൽ. അവിടെ കൊണ്ട് കയറ്റായിരുന്നു, പക്ഷേ അവിടെ ഒരു ഇതില്ല, ഗുമ്മ കണക്കില്ല. ഹോട്ടലിൽ റെസ്റ്റ് ചെരുപ്പാടം വേണ്ട, കുറേ മുന്നോട്ട് പോവാം. ഇവരെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകണോ അതോ തട്ടുകടയിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. അത് ഞാൻ ചെയ്യും. ഇവരൊക്കെ നമ്മളെ പട്ടിണി കിടന്നിട്ട് ഇവരൊക്കെ 5 സ്റ്റാറിൽ പോയി തിന്നാൽ ശരിയല്ലല്ലോ. ഈ കടയ്ക്കൊരു മന്തി മേടിച്ചു കൊടുക്കാം. വണ്ടീനെ അപ്പുറത്തോട്ടിറക്കാൻ ഇച്ചിരി റിസ്ക് പണിയല്ലേ. പിള്ളേരെ ഇവിടെ എങ്ങനെ ഇറക്കിയിട്ട് നമുക്ക് പിള്ളേരെ വിളിച്ചുകൊണ്ട് അപ്പുറത്തിറങ്ങാം. വണ്ടി ഇവിടെ കിടന്നാ സീനുണ്ടോ? അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ടിടാം. ഇതിലോട്ടിടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ വീട്ടിൻ്റെ ഇറങ്ങി. ഓക്കെ, ഫുഡ് കഴിക്കാൻ കേസ്. അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വണ്ടിക്കകത്ത് അങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട് കേസ്. അപ്പം നമുക്ക് നേരെ തന്നെ നമ്മുടെ വണ്ടി സ്ഥലം അങ്ങ് കാലിയാക്കിയേക്കാം. ഓക്കെ, അപ്പം നേരെ തന്നെ നമ്മുടെ വണ്ടി സ്ഥലം കാലിയാക്കാം. വണ്ടി ഓണാക്കുമ്പോൾ ലൈറ്റ് ഓഫ് ഓൺ ആക്കിയോ? ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ, അയ്യോ ഡോറൊക്കെ തുറന്നു. ചേട്ടനെന്താ ചെയ്തേ? ചേട്ടനപ്പം ഞങ്ങളെ കൊല്ലോ ചേട്ടാ, ഞങ്ങളൊക്കെ ഡോറിന് അറ്റത്താണ് കിടക്കുന്നത്. ഡയറക്റ്റാ നീ അങ്ങോട്ട് അകത്തോട്ട് കയറി നിന്നാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തോളാം. ഓക്കെ ചേട്ടാ, ഓക്കെ. ചേട്ടനെ എനിക്ക് വിശ്വാസമാണ്. ചേട്ടാ തന്നെ 5 സ്റ്റാർ നിർത്തി ചേട്ടാ. ഇപ്പോൾ കുറേ പാണ്ടിയപ്പം എല്ലാം കൂടെ വലിച്ച് കയറ്റിയതല്ലേ ഉള്ളൂ. അതിന് ഇടയ്ക്ക് ഞാൻ 5 സ്റ്റാറും കൂടെ വേണം അവന്. അല്ലേ 10-20 എണ്ണ ഒരുത്തം തിന്ന്. ഞാൻ 5 സ്റ്റാറും കൂടെ കയറ്റി കൊടുക്കാം. ചേട്ടാ ഗുണാക്കേവ് ചേട്ടാ ഗുണാക്കേവ്. ശരിയാന്നല്ലോ, ഗുണാക്കേവി കയറ്റണമല്ലോ പിള്ളേരെ ഗുണാക്കേവി കയറ്റണമെന്ന് പ്രത്യേകിച്ച് മേധം ഗുണാക്കേവിലോട്ട് വണ്ടി കയറുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ കയറുമെന്ന് തോന്നുന്നില്ല, ഭയങ്കര ബ്ലോക്ക്. ഓക്കെ, വണ്ടി അങ്ങോട്ട്. നീ അവനെന്തോ അവിടെ ഇങ്ങനെ കാണിക്കുന്നേ? ഡിമ്മടിച്ച് കാണിക്കുന്നത്, മാറിപ്പോവാൻ. പിന്നെ അവൻ്റെ വസ്തുവൊന്നും അല്ലല്ലോ ഇത്. ഓക്കെ, ഇങ്ങനെ പയ്യെ പോവാം. പോണോളിയാ ഗുണാക്കേവി. ഇവിടെ പിള്ളേരെ ഗുണാക്കേവി പോകണം. അവിടെ ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ പ്രേതമൊക്കെ കാണും. ചേട്ടാ കൊണ്ടുപോലെ ചേട്ടത്തെ കാലേ വാരി അടിക്കും. അയ്യോ വേണ്ട, ഉള്ള ഇല്ലെങ്കിൽ ഓടിയാൻ വയ്ക്കാം. ബസ്സിൻ്റെ ഓണർ പറഞ്ഞായിരുന്നു കൊണ്ടുപോകണമെന്ന്.
ബസ്സിൻ്റെ ഓണർ വേറെ എക്സ്ട്രാ പൈസ കിട്ടുന്ന പണിയാണ്ട് നീ കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ. ഞാൻ കൊണ്ടുപോയിരിക്കാൻ പറ്റുമോ? ഡ്രൈവർ പിന്നെ സ്മാർട്ടും ആയിപ്പോയി. എന്താ ചെയ്യാൻ? വല്ല പോത്തും പന്നിയെങ്ങനെ ഉണ്ടെങ്കിൽ ചത്ത്. ഈ മേലിരിക്കുന്ന ലൈറ്റ് എന്ത് ഭംഗിക്കിരിക്കുന്നു. ചേട്ടാ വെളിയിലത്തെ ലൈറ്റ് മാത്രമായിട്ട് ചേട്ടാ വണ്ടിക്ക് കൊള്ളത്തില്ലെന്ന് പറയാം നാട്ടുകാർ. ആ ഓക്കെ ചേട്ടാ. നാങ്കടിച്ചാൽ തക്കമുട്ട നല്ല മാസം തൂങ്കമുട്ട പൊട്ടി പൊട്ടി പം 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 പം. ചേട്ടാ പാടിട്. മോനെ മ്യൂസിക് സിസ്റ്റം അടിച്ചു പോയിരിക്കുകയാണ്, പാട്ടിടാൻ പറ്റത്തില്ല. ഏത് കിളവനാടാ ഈ വണ്ടിക്ക് ഡ്രൈവറിനെ കൊണ്ടുവന്നേ? പിന്നെ കിളവൻ ഓട്ടറാ, നമുക്ക് ലൈറ്റിൽ കളിക്കാം. ഇതെന്താ മേളിൽ ആംബുലൻസ്? മേളിലൂടെ ആംബുലൻസ് പറഞ്ഞു പോയി. ചേട്ടാ മേലെ ആംബുലൻസ്. മിണ്ടാറക്ക അവിടെ കിടന്ന് ചിലരുന്നവൻ. അവൻ്റെ പറയുന്നില്ല. തെയ്യെ കൊണ്ടുപോകുന്നത് പോരാ, അവൻ കിടന്ന് ബഹളവും വെക്കുന്നു. അങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് എത്തിക്കണം അവിടം വരെ. ഇന്നിപ്പോൾ സ്ഥലം എത്തിയല്ലോ. പിള്ളേരാരും ഇറങ്ങുന്നു. ഓക്കെ, എല്ലാം ചെയ്യാം. ആ പിള്ളേർ ഇറങ്ങുമ്പോൾ എ സി ഇട്ട് തണുപ്പിച്ച് വെക്കാം. അവന്മാർക്ക് AC വേണമെന്ന് ഓണർ പറഞ്ഞിട്ട് കൊടുക്കണമെന്ന്. കഴിഞ്ഞിട്ട് ഗുണാക്കേ ഞാൻ വന്നേ. തൽക്കാലത്തിന് വണ്ടി നമുക്ക് അങ്ങോട്ട് കയറ്റാൻ നോക്കാം. പറ്റുമെങ്കിൽ ഫുള്ളായിട്ട് കയറ്റാം. ലിപ്പണ്ണ ആ ലിപ്പ് ഓണറിൻ്റെ അടുത്ത് ഞാൻ എന്തോ പറയും. വണ്ടി അതോട്ട് പോവില്ല. അപ്പം നമുക്ക് നൈസായിട്ട് വണ്ടി സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ടേക്കാം. അപ്പോൾ ആ വണ്ടി സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ടിട്ട് നമുക്ക് പിള്ളേരെ ഒന്ന് ഇറക്കിക്കൊണ്ട് നമുക്ക് പോവാം. നടത്തിക്കൊണ്ട് പോവാം അവന്മാരെ. ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടെ. ഇതെങ്ങനെയുണ്ട്? ഫ്രണ്ട് കയറി കിടന്നിട്ട് ഓക്കെ. അപ്പോൾ AC നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇറങ്ങണോ? ആ ചേട്ടാ ഇറങ്ങി. ഡോർ തുറന്നോ ചേട്ടാ? ആ ഡോർ തുറന്നില്ലല്ലോ. ആ ചേട്ടാ ഇറങ്ങി. ആ എല്ലാവരും ഇറങ്ങിയോ? ആ ഇറങ്ങി ചേട്ടാ. ഓക്കെ. അവരൊക്കെ അതുകൊണ്ട് ഫസ്റ്റിലേ പോയി. അതൊക്കെ എന്തോ അറിയാവുന്ന അവർ ഫസ്റ്റിലേ പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോടാ. പേടിയാവുന്നു എനിക്ക്. ഇവിടെ പേടിയാണ്. നല്ല മൃഗങ്ങളാണല്ലോ. ഓടിക്കോട്ടെ. ഓടിക്കോ. അല്ലാ ഗുണാക്കേവി വീണേ. ആവശ്യപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ കഴിഞ്ഞിട്ട് പിള്ളേരെ കയറ്റി ഗുണാക്കേവിലൊക്കെ വീണ് എങ്ങനെയൊക്കെയോ നമ്മൾ കയറി കുളിച്ച് റെഡിയായി. അവിടുത്തെ വെള്ളത്തിൽ തന്നെ നമ്മൾ കുളിച്ച് റെഡിയായി കേസൊക്കെ. അപ്പോൾ അങ്ങനെ ഒട്ടും ബൈക്കണ്ട, വണ്ടി നേരെ റിവേഴ്സ് അടിച്ച് നമുക്ക് പോവാം. ഓക്കെ, പിള്ളേരൊക്കെ കയറിയിട്ടുണ്ട്. ഓൾ സെറ്റ് പിള്ളേരെല്ലാം കയറിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി പിള്ളേർ ഡാൻസൊക്കെ കളിക്കുന്നതുകൊണ്ട് പിള്ളേർ ഇച്ചിരി സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പാട്ടിട്ട് കളിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഡ്രൈവേഴ്സ് ആയതുകൊണ്ട്, അവർ AC ആയതുകൊണ്ട് അവർക്ക് മാത്രം കേൾക്കാനുള്ള രീതിയിൽ അവർ പാട്ടിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി റിവേഴ്സ് അടിച്ചിട്ട് അല്ലാ മഴ നമ്മുടെ ഫ്രണ്ടിലെ ബാക്കിൽ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മേളിൽ കുറച്ച് ലൈറ്റ് വെച്ചാൽ ഉപയോഗിക്കാനില്ലേ? പോവാം. നിർത്തണ്ട. പെട്ടെന്ന് വണ്ടി. ഇപ്പം നമ്മൾ പിടച്ച് ചെല്ലാനുള്ള സമയം കഴിഞ്ഞമാർക്ക് ഒരു ഗുഹയ്ക്കകത്തും കുളക്കകത്തും കയറണമെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നമായത്. ബസ് ഉണ്ടായതുകൊണ്ട് അമ്മമാർ കിടന്നു. ട്രെയിനിലെങ്ങാനാണെങ്കിലോ മഴയത്തൊക്കെ കിടന്ന് കുളിക്കാനും. വണ്ടി തട്ടി. സമാധാനമായ നിനക്കൊക്കെ?
മണ്ണിൽ കൂടെ കയറ്റാൻ വെച്ച് പാടായി വണ്ടി. ഇടിച്ചിരുന്ന ഞാൻ ഇപ്പം ഇടിച്ച് കയറ്റാൻ പോവാ. ഇതൊന്നും കയറുന്നില്ല, പേടിക്കണ്ട മാമനെ, നിങ്ങൾ പേടിക്കണ്ട. മാമൻ സീനല്ല, മുട്ട വട്ട പൂജ്യം വളിച്ച മാമ. അങ്ങനെയുള്ള ഒരു മാമയായ ഒരു വേട്ടാവളിയൻ പന്ന മാമ. ഇഷ്ടമല്ല മാമ. ഓ മാമ 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 മാമൻ കൊള്ളത്തില്ലല്ലോ, മാമൻ കൊള്ളത്തില്ലല്ലോ, മാമൻ കൊള്ളത്തില്ലല്ലോ. മാമ 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 ഇറക്കാൻ കുറേ നേരം മാമ മാമ എന്ന് പറയുന്നത്. ലൈറ്റും ഇല്ല, ഞാനൊരു മാങ്ങ തൊലിയുമില്ല. നീയൊക്കെ വെറും എടുക്കണം ഡാൻസ് കളിച്ചാൽ മതി. മാമ റെഡ് സിഗ്നലായി, മാമ വണ്ടി നിർത്തിയില്ല. മാമ എൻ്റെ സ്ഥലമെത്തി മാമ, ഞങ്ങളുടെ സ്ഥലമെത്തി മാമ. ആ എത്തിയെങ്കിൽ എത്തി, പോ മാങ്ങാ തൊലി. അയ്യോ പടത്തേനെ, ഇവന്മാരൊക്കെ ഇവിടെ കൊണ്ട് കയറ്റുന്നത് തന്നെ ഭാഗ്യം. ഗേറ്റൊന്നുമില്ലടാ ഈ വീടിവിടെ. ഈ വീടിന് ഗേറ്റില്ലേ മാമ? ഇത് വീടല്ല മാമ, റെസ്റ്റോറൻറ്റാ, 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്. മാമൻ ബസ്സും കൊണ്ട് പോയിക്കോ. ഞങ്ങളിനി ഇവിടുന്ന് പ്ലെയിനില്ല പോണേ, പ്ലെയിന്. ഞങ്ങളിനി ഗോവയിൽ പോവാ, ഗോവ. ആ ഇത്രയും നല്ലത്. ഗോവ വരെ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ഇവന്മാരെ എന്നെ ഇവിടെ തിന്നാലോ. ഒക്കെ വണ്ടിയൊക്കെ അഴുക്കാട്ടാ. കയറ്റിയല്ലോ ഇട്ടാൻ വേണ്ടി. ഞാൻ ആരുവാടാ നീ പഠിപ്പിക്കുന്നേ? ജോൺ സാറിനെ ഞാൻ കാണാം. മാമ ഇടിച്ച് കയറ്റാ. അത്ര ഉള്ള മോനെ പിടിച്ചേറ്റ. നിന്റെ മുതലല്ലോടാ മോനെ തിടിച്ച് കയറ്റ. മമ്മനെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കട്ടാ. ആണ്ടാ മാമ പന്ന പരിപാടി കാണിക്കുന്നത്. മാമ നല്ല മാമ, വിഴാഴ്ച മാമ. മാമ ചീത്ത മാമ. എപ്പോ മാമ? മോനെ മാമന്മാരെ അങ്ങനെ പറഞ്ഞൂടാ. നിന്റെ വീട്ടിൽ എന്താണ് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്? എൻ്റെ മാമ എൻ്റെ വീട്ടിൽ പറഞ്ഞേക്കുക, പഴം പുഴുങ്ങി അച്ചാറിട്ട് തിന്നു. എൻ്റെ പൊന്നു മോനെ, നിൻ്റെ വായി നടന്ന് മിണ്ടാതിരി. നിൻ്റെ വായിക്കാത്ത വല്ല പാമ്പോ പച്ചേ പഴുതാരെ ഞാൻ പിടിച്ച് കയറ്റി വെക്കും കേട്ടോ. അല്ല കുറേ നേരം കൊളാന്ന് പറയുന്നു. ഇന്നത്തെ നിങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോ എല്ലാം. ഇനി മേലെ ബസ്സിൽ കയറിപ്പോയി പൊയ്ക്കോ. പക്ഷേ ഇങ്ങനെ അവരെല്ലാം പോയിട്ടുണ്ട്. ശല്യങ്ങൾ. എൻ്റെ ഇനി വണ്ടി ഞാൻ എന്തോ ചെയ്യും, കഴുകി റെഡിയാക്കി വൃത്തിയാക്കണം. പക്ഷേ പിന്നെ നമ്മൾ അടുത്ത ഏത് വണ്ടി കൊണ്ടുവരണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ നമ്മൾ ഉറപ്പായിട്ട് ആ വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. ഡു ലൈക്ക്, ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഗൈസ്. അപ്പോഴത്തെ കേസ് നമ്മുടെ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഗൈസ്. അപ്പോൾ ആ പിള്ളേരെല്ലാം പോയി ഒന്നിച്ച് സമാധാനമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ഈ പിള്ളേർ നമ്മുടെ കൂടെ നടന്ന് ശല്യം ചെയ്തേനെ. പക്ഷേ നമ്മുടെ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. നമ്മുടെ പെട്രോൾ പമ്പിൽ കയറ്റിയിട്ട് വണ്ടി ഫുൾ ടാക്ക് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിച്ചാൽ. കാരണം 56 ഉള്ളൂ നമ്മുടെ ഈ പെട്രോളിൻ്റെ ഡീസൽ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ ഇപ്പോൾ 925 രൂപയ്ക്ക് ഞാൻ അടിക്കാൻ പോവാം പെട്രോൾ. ഓക്കെ ഗൈസ്. ഓക്കെ, RP 90 എനിക്ക് എത്ര ഉണ്ടെന്ന് എൻ്റെ പറഞ്ഞ് 925 രൂപയ്ക്ക്. ഓക്കെ, 925 രൂപയ്ക്ക് അടിക്കാം. പെട്ടെന്ന് 25 നമുക്കൊന്നും കൂടെ എടുത്തിട്ട് റിവേഴ്സ് എടുക്കാം. അപ്പം അങ്ങനെ അടിച്ചു തരാനാണ് പറഞ്ഞത്. അവൻ്റെ പെട്രോൾ സ്റ്റേഷൻ ഞാൻ കത്തിക്ക് ഞാൻ അവൻ്റെ. ഓക്കെ, നമ്മളങ്ങനെ പൈസ കൊടുത്ത് ഇനി ബാക്കി വരുന്ന പൈസ നിങ്ങളൊന്ന് കണ്ടോണേ. 915 രൂപയ്ക്ക് അടിച്ച് 61 ലിറ്റർ. ഓക്കെ, ഇനി നമുക്ക് നേരെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഉള്ള പൈസ വെച്ചൊക്കെ അടിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടേ മക്കളെ?
മാമന് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി ചിലപ്പോഴേ അവന്മാർക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ എൻ്റെ വണ്ടി വന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവന്മാർക്ക് പാവങ്ങളായിരുന്നു, എന്നാലും ഒരു വിഷമം. അതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും വണ്ടിയുടെ അകത്ത് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ വണ്ടി എടുത്ത് പോവാം. പക്ഷെ ഉണ്ടെങ്കിൽ അവന്മാർ അവിടെ ഞാൻ പോവും. ഓക്കെ 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 അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇവിടെ ഓഫ് ചെയ്തിട്ടേക്കാം. ഫസ്റ്റ് ഗിയർ ഇട്ട് ഞാൻ വണ്ടി ഇറങ്ങിയിട്ട്. ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു വണ്ടി ഇവിടുത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ കിടക്കും. അപ്പം ആസിഫ് ഗെയിംസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു വണ്ടിയും വരുന്നതായിരിക്കും. ശ്രീനന്ദനം എന്ന് പറയുന്ന ഒരു വണ്ടിയും വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.